ദയയുടെ പിറന്നാളാണ്. ദയ കേൾക്കുന്നുണ്ടോ? ദയ ക്ലാസ്സിലുണ്ടോ? ആ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ഒരു 3 times പറഞ്ഞിട്ട് വിഷസ് പറയാം കേട്ടോ. സോ സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ദയ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ദയ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? കേക്ക് കട്ട് ചെയ്തോ? ആണോ? കേക്കൊക്കെ കട്ട് ചെയ്തോ? ചെയ്തു. എവിടെ? ഞങ്ങൾക്കൊന്നും ട്രീറ്റ് ഒന്നും തന്നില്ലല്ലോ. ഞങ്ങക്ക് ട്രീറ്റ് ഒന്നും തന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു എന്ന് വല്ലതും ഓർമ്മയുണ്ടോ? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് പറഞ്ഞിട്ട് ഒരു 250 നോക്കിയിരുന്നില്ലേ? പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നില്ലേ? 25ഉം 20ൻ്റെയും ഫാക്ടേഴ്സ് നമ്മൾ നോക്കിയിരുന്നു. ഇതുപോലെ നമുക്ക് മൾട്ടിപ്പിൾസ് നോക്കാൻ പോവുകയാണ് ഇനി. ഫൈൻഡ് ദ ഫസ്റ്റ് മൾട്ടിപ്പിൾസ് ഓഫ് 20 എഴുതാട്ടോ ക്വസ്റ്റ്യൻ. സോ എക്സാമ്പിൾ നമ്പർ 3, ഫൈൻഡ് എഴുതിയെടുത്തോളൂ കേട്ടോ. ഫൈൻഡ് ദ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ്. നമ്മൾ അന്ന് കണ്ടത് ഫാക്ടേഴ്സ് ആയിരുന്നു, ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾസ് ആണ് കേട്ടോ. സോ മൾട്ടിപ്പിൾസ് ഓഫ് 20 ബിറ്റ്വീൻ 100 ആൻഡ് 300. 20ൻ്റെ മൾട്ടിപ്പിൾ. ഇപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ൻ്റെ ടേബിളിൽ വരുന്ന ഈ റൈറ്റ് സൈഡിൽ വരുന്നില്ലേ, ഈ ഭാഗത്ത് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നില്ലേ, ഇതിനൊക്കെയാണ് നമ്മൾ മൾട്ടിപ്പിൾ എന്ന് പറയാം. അപ്പോൾ 20യുടെ മൾട്ടിപ്പിൾ 100ൻ്റെയും 300ൻ്റെയും ഇടയ്ക്ക് എത്ര എണ്ണം വരും എന്ന് നമ്മൾ പറയണം. അതും ഫൈൻഡ് ദ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 100ൻ്റെയും 300ൻ്റെയും ഇടയ്ക്ക് വരുന്ന 20ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണെന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ ഓപ്ഷൻസ് എഴുതാം, അപ്പോൾ അതിൽ ഏത് ഓപ്ഷൻ എന്ന് പറഞ്ഞാലും മതി. ആ, മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 20യുടെ മൾട്ടിപ്പിൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 20s are 20, 2 20s are 40, 3 20s are 60. അങ്ങനെ 20, 40, പിന്നെന്തൊക്കെയാണ് പറഞ്ഞ 60, 80 എന്നൊക്കെ വരുന്നില്ലേ, അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 2, 4, 6, 8, 10, 12, 14, 16, 18 ഇങ്ങനെ പോകും. 5ൻ്റെ മൾട്ടിപ്പിൾ 5, 10, 15, 20, 25, 30, 35 അങ്ങനെ പോകും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 20ൻ്റെ മൾട്ടിപ്പിളാണ്. അതും 100ൻ്റെ ശേഷം വരുന്നതും 300ൻ്റെ ഉള്ളിൽ വരുന്നതുമായ 5 എണ്ണം മതി. ആദ്യത്തെ ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 20 ബിറ്റ്വീൻ 100 ആൻഡ് 300 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് വരിക എന്നുള്ളത് പറയണം. ഞാൻ ഓപ്ഷൻസ് ഇട്ട് തരാം. അതിൽ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് പറയണം. 100ൻ്റെ മുമ്പുള്ളതും 100ൻ്റെ മുമ്പുള്ളതല്ല, 100ൻ്റെ ശേഷമുള്ളതും പിന്നെ 300ൻ്റെ 300 കടക്കാൻ പറ്റില്ല. കടക്കാനും പാടില്ല. ഏത് ഓപ്ഷൻ ആയിരിക്കും നോക്കി പറയാം. ഡി. യെസ്, ഡി. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആണ്. ഇപ്പോൾ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾസ് കണ്ടെത്തുമ്പോൾ ഇപ്പോൾ 1000 തരാം, 3000 തരാം, 4000 തരാം, എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ 2ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവണമെന്ന് വായിച്ചത്? 0, 2, 4, 6, 8 ഇതൊക്കെ ലാസ്റ്റ് നമ്പർ ആയിട്ട് വരണമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ 20യുടെ ഡിവിസിബിലിറ്റി റൂൾ എന്താണെന്നറിയോ? എഴുതി വെച്ചോളൂ. 20യുടെ ഡിവിസിബിലിറ്റി റൂൾ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഉണ്ടല്ലേ,
അത് 20 കൊണ്ട് ഡിവൈഡ് ആവണം. അത് 20 കൊണ്ട് ഡിവൈഡ് ആയി കഴിഞ്ഞാൽ വിത്തൗട്ട്, ഇല്ലെങ്കിൽ വിത്തൗട്ട് എന്ന് പറയുന്നതിനേക്കാളും വിത്ത് 0 റിമൈൻഡർ, സീറോ റിമൈൻഡറോട് കൂടി ഡിവൈഡ് ആയി കഴിഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നമ്പർ 20 കൊണ്ട് ഡിവിസിബിൾ ആവും. ഒന്നുകൂടി പറയാം, തന്നിരിക്കുന്ന ഒരു നമ്പർ 20 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവിസിബിൾ ആവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക, അത് 20 കൊണ്ട് ഡിവിസിബിൾ ആവോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വരും, അല്ലെങ്കിൽ 00 വരും, 40, 60, 80. ഈ 5 നമ്പറിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ആയിരിക്കും 20ൻ്റെ മൾട്ടിപ്പിൾ അവസാനിക്കുന്ന 20 മൾട്ടിപ്പിൾ വരുന്ന സംഖ്യ ഉണ്ടല്ലോ, നമ്പർ ഉണ്ടല്ലോ, അതിൻ്റെ അവസാനത്തെ 2 ഡിജിറ്റ് ഈ 5 എണ്ണത്തിലെ ഏതെങ്കിലും ഒന്ന് തന്നെ ആയിരിക്കും എപ്പോഴും. സോ 00, 20, അല്ലെങ്കിൽ 40, അല്ലെങ്കിൽ 60, അല്ലെങ്കിൽ 80 ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ നമ്പർ പൂർണ്ണമായിട്ടും 20 കൊണ്ട് ഡിവിസിബിൾ ആവും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു എങ്കിൽ ഇവിടെ 5 വന്നിട്ടുള്ളത്, അപ്പോൾ ഈ ഓപ്ഷൻ വരില്ല. ഇവിടെയും 5 വന്നിട്ടുള്ളത്, കണ്ട, അത് കാരണം ഈ ഓപ്ഷൻ വരില്ല. ഇവിടെയും 5 വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് വരണം? ലാസ്റ്റ് 2 ഡിജിറ്റ് 20, 40, 60, 80 ഇല്ലെങ്കിൽ 2 0 ഉണ്ടാവണം. കണ്ട, ഇവിടെ ഉണ്ട് 20 ഉണ്ട്, 40 ഉണ്ട്, 60 ഉണ്ട്, 80 ഉണ്ട്, 2 0 ഉണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പോൾ 100ൻ്റെ ശേഷം വരുന്ന ആദ്യത്തെ 20 കൊണ്ട് ഡിവൈഡ് ആവുന്ന ഒരു സംഖ്യ എന്ന് ചോദിച്ചാൽ 120 ആണ്. പിന്നെ 20 കൂട്ടും, അപ്പോൾ എത്ര വരും? 140. പിന്നെ 20 കൂട്ടും, അപ്പോൾ 160. ഇങ്ങനെയല്ലേ വരിക ടേബിള്. 120s are 20 എന്ന് വരും. അങ്ങനെ 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 പോയിട്ട് നോക്കുമ്പോൾ 220s are 40, 320s are 60, 420s are 80, 520s are 100, 620s are 120. എളുപ്പമാണ് 20യുടെ ടേബിൾ പഠിക്കാൻ. എന്ത് കാരണം? 2ൻ്റെ ടേബിൾ അറിഞ്ഞെങ്കിൽ 20യുടെ ടേബിൾ എളുപ്പമാണ്. 2ൻ്റെ ടേബിളിൻ്റെ കൂടെ ഒരു 00 ഇട്ട് കൊടുത്താലേ മതിയാവും. കണ്ട, 1 2s are 2 ഉണ്ടല്ലേ, അതിൻ്റെ കൂടെ ഒരു 0 അല്ലേ ഇട്ടിരിക്കുന്നത് അഡീഷണൽ ആയിട്ട്, നോക്കൂ അല്ലേ. അപ്പോൾ 2ൻ്റെ ഡിവിസിബിലിറ്റി റൂള് ലാസ്റ്റ് 2 കൊണ്ട് ഡിവിസിബിൾ ആവണം, ലാസ്റ്റ് ഡിജിറ്റ്. 20യുടെ ഡിവിസിബിലിറ്റി റൂള് ലാസ്റ്റ് 2 ഡിജിറ്റ് 20 കൊണ്ട് ഡിവിസിബിൾ ആവണം, അതാണ്. അപ്പോൾ 148 എന്ന് വെച്ച് കഴിഞ്ഞാൽ 169 എന്ന് വെച്ച് കഴിഞ്ഞാൽ 180, പിന്നെ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200. ഇതുവരെ മതി. നമുക്ക് 5 അല്ലേ ചോദിച്ചത്. സോ 1 2 3 4 5 നമ്പേഴ്സ് കൃത്യമായിട്ട് കിട്ടി. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തരാം കേട്ടോ. പ്രാക്ടീസ് എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യനാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ numbers of multiples of 5 which are less than 45? 5ൻ്റെ മൾട്ടിപ്പിൾ 45ൻ്റെ താഴെ ഉള്ളത് എത്ര എണ്ണം ഉണ്ട്? അത് ഏതൊക്കെയാണ്? എത്ര എണ്ണം ഉണ്ട് എന്നല്ല, അത് ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ആദ്യം ഏതൊക്കെയാണെന്ന് കണ്ടെത്തൂ, എന്നിട്ട് എത്രയാണെന്ന് പറയണം. എന്താ വെച്ചാൽ ഓപ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ 9, സെക്കൻഡ് ഓപ്ഷൻ 8, തേർഡ് ഓപ്ഷൻ 7, ഫോർത്ത് ഓപ്ഷൻ 10. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? എത്ര നമ്പേഴ്സ് 5 കൊണ്ട് ഡിവിസിബിൾ ആവുന്നത് ഉണ്ട് 45ൻ്റെ ഉള്ളിൽ? 45ൻ്റെ ഉള്ളിൽ. ക്വസ്റ്റ്യൻ മനസ്സിലായി? അതാക്കി 5 വരും, പിന്നെ 10, 15, 20,
25, 30, ഉം. 35, 40 40, മതി. 45. 45 വരില്ല. 45ന്റെ താഴെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 45 വരില്ല. സോ 1 2 3 4 5 6 7 8 8 ആണ് ആൻസർ. ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യൻ? അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ. The sum of first 5 multiples of 6s. The sum of first 5 multiple of 6s. 6ന്റെ മൾട്ടിപ്പിൾ ഉണ്ടല്ലേ, അത് 5 മാത്രം. ഏതൊക്കെയാണ് നമ്പർ വരിക നോക്കുക. അതിൻ്റെ സം പറഞ്ഞാൽ എന്താ അവന്തിക? ആഡ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ 6ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക. ആദ്യത്തെ 5 6ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ വരിക? 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30. 30. അപ്പോൾ 5 മൾട്ടിപ്പിൾ നമുക്ക് കിട്ടി അല്ലേ? ആദ്യത്തെ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 6 കിട്ടി. ഇനി ഈ സൈഡ് വന്നിട്ടില്ലേ, ഈ നമ്പേഴ്സിനെയൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞാൽ കാര്യം കഴിയും. അതാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 5 മൾട്ടിപ്പിൾ ഉണ്ടല്ലേ, 6ന്റെ 5 മൾട്ടിപ്പിൾ എത്ര വരും? കിഷാൻ, അടുത്തത് സം ഓഫ്, ഇത് ദയ പറയണം കേട്ടോ. ദ സം ഓഫ് ഫസ്റ്റ് FIRST ആണ്. ഫസ്റ്റ് 4 മൾട്ടിപ്പിൾസ് ഓഫ് 6s. എന്തായിരിക്കും ആൻസർ? ദയ എളുപ്പല്ലേ ക്വസ്റ്റ്യൻ? പറയൂ. 60 കറക്റ്റ് ആണ്. സോ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആൻസർ 6 + 12 + 18 + 24 + 30 എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ 90 കിട്ടി. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് 4 മൾട്ടിപ്പിൾസ് ആണ്. സോ 6 + 12 + 18 + 24 എത്ര വരും? 6 + 12 18, 18 + 18 36, 36 + 24 60. ഇതാണ് ആൻസർ. ഇത് ഈ ക്വസ്റ്റ്യൻ വന്ന് 2016 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതോ 2015 ചോദിച്ച ക്വസ്റ്റ്യൻ.
കേട്ടോ. ഈ മറ്റേ നവോദയയുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇത് രണ്ടും. അടുത്തത് പോട്ടെ. മനസ്സിലായോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? കിഷാൻ പറയൂ. അടുത്തത് the sum of first 8 multiples of 3 is. ആദ്യത്തെ 8 മൾട്ടിപ്പിൾസ് എടുക്കുക. അതിൻ്റെ സം എത്രയാണ് പറയണം. 3ൻ്റെ മൾട്ടിപ്പിൾസ് 8 എടുത്തിട്ട് അതിൻ്റെ സം എത്രയാണെന്ന് പറയണം. ആൻസർ ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ ഓപ്ഷൻ എഴുതി തരാം. ഫസ്റ്റ് ഓപ്ഷൻ 108, സെക്കൻഡ് ഓപ്ഷൻ 110. നമ്മൾ നോക്കേണ്ടത് 3ന്റെ ടേബിളാണ് നോക്കേണ്ടത് കേട്ടോ. 10, 12, 13, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, സിസ്റ്റം 2 3 എടുക്കുന്നത് ദയ. എന്താണ് സിസ്റ്റമൊക്കെ എടുക്കാൻ പോണ്? ദ സം ഓഫ് ഫസ്റ്റ് 8 മൾട്ടിപ്പിൾസ് ഓഫ് 3 പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എഴുതണം. 3ന്റെ മൾട്ടിപ്പിൾസ് ആദ്യം എഴുതണം. അപ്പോൾ 3ന്റെ ടേബിൾ ആദ്യം എഴുതണം. 1 3s are 3, 2 3s are 6, 3 3s are എത്രയാ 9, 4 3s are 12, 5 3s are 15, 6 3s are 18, 7 3s are 8 3s are 24. ഇതുവരെ എഴുതിയാൽ മതി. എന്താ വെച്ചാൽ 8 മൾട്ടിപ്പിൾസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ എഴുതിയാൽ മതി. എന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സ് ഉണ്ടല്ലേ, ഇവിടെ നിന്ന് ഇതുവരെ വരുന്നത്, അതിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. 3 + 6 + 9 + 12 + 15 + 18 + 21 + 24. ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ആൻസർ പറയാം. ഇത്ര തന്നെ ഉള്ളൂ. ഇവിടെ എവിടെയാണ് സിസ്റ്റം വന്ന് നിനക്ക്? കിഷാൻ ആൻസർ പറയണം കേട്ടോ, വേഗം. വൺ 108 അല്ലേ? നോക്കാം. 3 + 3 9, 9 + 9 18, 18 + 12 30 30, 45, 55, 63, 64, 84, 104, 108. കറക്റ്റ്. 108. എല്ലാവർക്കും കിട്ടിയോ? നോക്കൂ, ചെയ്ത് നോക്കൂ. ഓപ്ഷൻ 1 കിട്ടി.
1 second. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ ഓരോരോ നമ്പറിൻ്റെ കണ്ടു. ഇനി അടുത്ത് വരുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ മൾട്ടിപ്പിൾ ഏതൊക്കെയാണെന്ന് പറയണ മാതിരി ഒരു ക്വസ്റ്റ്യൻ. കോമൺ മൾട്ടിപ്പിൾ പറയണം. കോമൺ മൾട്ടിപ്പിൾ നമ്പർ ഫോർ 18 and 54. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം 18ൻ്റെ ടേബിൾ എഴുതുക, പിന്നെ 54ൻ്റെ ടേബിൾ എഴുതുക, എന്നിട്ട് കോമൺ മൾട്ടിപ്പിൾ ഏതൊക്കെയാണ് വരിക എന്നുള്ളത് എഴുതുക. കോമൺ മൾട്ടിപ്പിൾ അപ്പോൾ 18ൻ്റെ ടേബിൾ അല്ല എഴുതേണ്ടത്, ശരിക്കും മൾട്ടിപ്പിളാണ് എഴുതേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് വരിക? എനി ഐഡിയ? 18 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? മനസ്സിലായില്ല? ഓക്കെ, ഞാൻ പറയാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യുക. കോമൺ മൾട്ടിപ്പിൾ നമ്പർ ഫോർ 18 and 54 പറയുമ്പോൾ 18ൻ്റെ ടേബിളും 15ൻ്റെ ടേബിളും അല്ല, സോറി, അങ്ങനെയല്ല. 18ന് LCM എടുക്കുക. ജസ്റ്റ് 18ന് LCM എടുക്കുമ്പോൾ 2 times 9 വരും, പിന്നെ 3 times 3 വരും അല്ലേ? അത് മാത്രം എഴുതുക. 2 into 3 into 3 എന്ന് എഴുതുക. ഇനി 54 നമ്മൾ LCM എടുത്തില്ലേ? അതേപോലെ തന്നെയാണ് അതിൽ LCM HCF പഠിച്ചില്ലേ? അതുപോലെ തന്നെയാണ് അതിൽ HCF പഠിച്ചില്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ്. ഇത് 2 കൊണ്ടെന്ന് വെച്ചാൽ 2 times 2 into 3 into 3 into 3 എന്ന് വന്നില്ലേ? സോ കോമൺ മൾട്ടിപ്പിൾ നമ്പർ ഫോർ 18 and 54 എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഉണ്ടല്ലേ? ഉണ്ടല്ലോ. 9 ആണ് ആൻസർ വരിക. ഓക്കെ, കോമൺ ആയി വരുന്നത് 3 into 3. സോ എഴുതിയെടുക്കാം. എഴുതിയെടുത്തോളൂ വേഗം. എഴുതിയോ?
എഴുതി. നമ്മൾ എന്തിനാ 9 എടുക്കണമെന്ന് മനസ്സിലായോ? ഇപ്പോൾ 18 ഉണ്ട്, 54 ഉണ്ട്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് 9ൻ്റെ ടേബിളിൽ രണ്ടും വരും. അത് കാരണമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ 6ഉം വരും അല്ലേ? 9ൻ്റെ ടേബിളിൽ 80 എന്ന് പറയുന്നത് 2 ടൈംസ് വരും. അതേപോലെ 54ൽ 9 വന്ന് 6 ടൈംസ് വരും അല്ലേ? 9ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കൂ. 54 എത്ര ടൈമാണ് വരുന്നത്? 6 ടൈംസ് വരുന്നുണ്ട് അല്ലേ? അത് കാരണമാണ് കേട്ടോ. പക്ഷെ 6 എന്ത് കാരണം എടുത്തില്ല എന്ന് നോക്കുമ്പോൾ ഏറ്റവും വലുത് ഏത് വരുന്നു അതെടുക്കണം. അത് കാരണമാണ് കേട്ടോ. അത്ര തന്നെ ഉള്ളൂ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. അടുത്തത് പ്രൈം നമ്പേഴ്സ് 1 to 15 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഒക്കെ പറയും നോക്കട്ടെ. പ്രൈം നമ്പേഴ്സ് 1 തൊട്ട് 15 വരെയുള്ളത് ഏതൊക്കെയാണെന്ന് പറയൂ. കിഷാൻ പറയൂ, ഏതൊക്കെയാണ് 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് പറയൂ. 2, 3, 5, 7, 11, 30. ഓക്കെ, ദയ പറയൂ, 1 മുതൽ 15 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? അവന്തിക പറയൂ. എന്തിനാ? രണ്ടിൻ്റെ അല്ല, പ്രൈം നമ്പേഴ്സാണ് പറയേണ്ടത്. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് പറയൂ. Two, 3, 5, 7, 11, 30, 70. 15 വരെ മതി. 15 വരെ മതി കേട്ടോ. 10 വരില്ല. 15 വരെ എന്ന് പറഞ്ഞാൽ 2, 3, 5, 7, 11, 13 വരെ തന്നെ വരുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പോകാം. 23 ക്വസ്റ്റ്യൻ നമ്പർ വന്നിട്ട് ദ സം ഓഫ്. അവന്തിക മനസ്സിലാവുന്നുണ്ടോ? അവന്തിക അന്ന് ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലേ? അതിന് ശേഷം ഇവർക്ക് അധികം ക്ലാസ് വെച്ചിട്ടില്ല ഞാൻ കേട്ടോ. അവന്തിക, 2 റെക്കോർഡഡ് വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, പിന്നെ ക്ലാസ് വെച്ചിട്ടില്ല. സാറ്റർഡേയും ക്ലാസ് വെക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ എടുക്കുന്നുള്ളൂ കേട്ടോ. നീ വ്യാഴാഴ്ച മോർണിംഗ് പോകുമ്പോൾ ഞാൻ ചീത്ത പറഞ്ഞില്ലേ, മറ്റേ ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചു വരണമെന്ന്. അപ്പോൾ കിഷാൻ എന്നോട് പറഞ്ഞു, ദയയോട് പേഴ്സണലി ഞാൻ ഫോൺ ചെയ്തപ്പോൾ അവളും പറഞ്ഞു 2 മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അവന്തിക എനിക്ക് പറയണം, മെസ്സേജ് അയക്കണം എന്തൊക്കെയാണ് ഡിവിസിബിലിറ്റി റൂൾ എന്നുള്ളത് കേട്ടോ. ബുക്കിൽ എടുത്ത് നോക്കുക, നോട്ട് എഴുതിയതൊക്കെ നോക്കിയിട്ട് പറയണം ബാക്കിയുള്ള ഡിവിസിബിലിറ്റി റൂൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. സോ ദ സം ഓഫ് ഫസ്റ്റ് 4 മൾട്ടിപ്പിൾ ഓഫ് 7 ഏതൊക്കെയാണ് വരിക എന്ന് എഴുതിയിട്ട് പറയൂ.
ഇന്ന് പഠിപ്പിച്ചു തരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ അതൊക്കെ നാളേക്ക് ടെസ്റ്റാണ് കേട്ടോ. ഇന്നിപ്പോൾ എത്ര ക്വസ്റ്റ്യൻ പഠിപ്പിച്ചോ അതൊക്കെ നാളെ ടെസ്റ്റാണ്. ഓക്കെ, ടെസ്റ്റ് എഴുതിയിട്ട് അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ സൈൻ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കണം. എത്ര ക്വസ്റ്റ്യൻ പഠിക്കണോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം ഒരു പേപ്പറിൽ എഴുതി വെക്കൂ, എന്നിട്ട് കാണാതെ ചെയ്ത് നോക്കൂ ആ. ഇനി അങ്ങനെയാണ് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വല്ലാതെ മടിയന്മാരൊക്കെ ആയി വരുന്നു. വേഗം വേഗം ചെയ്യൂ. എഴുപതാണ് the sum of first 4 multiples of 7. അവന്തിക ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. 28 35 21 42 42 70 ആൻസർ വരാൻ ചാൻസ് ഇല്ലല്ലോ. 7 14 21 28 35 ഈ 5 എണ്ണത്തിനെയും ആഡ് ചെയ്യൂ. 105 105 ആൻസർ. ആ കറക്റ്റ്, 105 വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് the sum of first 5 odd multiples of 3 are. Question മനസ്സിലായ? The sum of first 5 odd multiples of 3 are. odd multiples എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം ഇഷാൻ? odd multiples എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ വരിക? The sum of first 5 odd multiples of 3. ഇതാണ് ക്വസ്റ്റ്യൻ. മാം ഇതെന്ത് ചെയ്യാനാണ്? ഒന്നുമില്ല, നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട ദ സം ഓഫ് ഫസ്റ്റ് 4 മൾട്ടിപ്പിൾസ് ഓഫ് 7 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 7ൻ്റെ ടേബിളിൽ 5 5 7s are 1 7s are 7, 2 7s are 14, 3 7s are 21, 4 7s are 28, 5 7s are 35. ഇതൊക്കെ എഴുതിയിട്ട് നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ദ സം ഓഫ് ഫസ്റ്റ് 5 ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 3s are 3 എഴുതൂ, പിന്നെ 3 3s are 9, പിന്നെ 5 3s are 15, പിന്നെ 7 3s are 21, പിന്നെ 9 3s are 27. ഇപ്പം ആഡ് ചെയ്ത് നോക്കൂ. എത്ര വരണോ അതാണ് ആൻസർ. ഓഡ് മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. 1 3 5 7 9 ഓഡ് നമ്പേഴ്സ് അല്ലേ ഇതൊക്കെ. 1 3 5 7 9 എന്ന് പറയുന്നതൊക്കെ ഓഡ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവിടെ വരുന്ന നമ്പറിൽ ഇത് ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ അതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായ കിഷാന്? മാം 75 ആൻസർ. യെസ് കറക്റ്റ്, 75 ആണ് ആൻസർ. മാം ആ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. കിഷാൻ ഉണ്ടോ ക്ലാസ്സിൽ? പിന്നെന്താ നീ ഒന്നും മിണ്ടാത്ത?
ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. The number of multiples of 3 between 18 and 54. The number of multiples. Number of multiples പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണമാണ് ചോദിക്കുന്നത്. എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് ഏതിൻ്റെ? 3-ൻ്റെ. ഏതിന്ന് ഏതുവരെ? 18-ന്ന് 54 പറഞ്ഞ നമ്പറിൻ്റെ ഉള്ളിൽ 3-ൻ്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ 3-ൻ്റെ ടേബിളിൽ പ്രോഡക്റ്റ് വരുന്ന നമ്പർ ഉണ്ടല്ലേ, അതിൽ 18-ൻ്റെ ശേഷം 54-ൻ്റെ ഉള്ളിൽ ഏതൊക്കെ വരുന്നതെന്ന് നോക്കും. ആദ്യം ടേബിൾ എഴുതും. 54 എന്ന് പറയുമ്പോൾ ഈ 3-ൻ്റെ ടേബിൾ 20 × 3 എന്ന് പറയുമ്പോൾ 20 × 3 എന്ന് പറയുമ്പോൾ 60 വരുന്നത്. നമുക്ക് ഇതിൻ്റെ മുന്നിലത്തെ നമ്പർ അപ്പോൾ 54 കിട്ടണം. 54 കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 57 പറയണത് 19 × 3, 18 × 3 നമുക്ക് 54 കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള ടേബിൾ വരെ ഏത് വരെ എന്ന് വെച്ചാൽ ഇവിടെ 18 വരണം. അപ്പോൾ 6 3s are 18. അപ്പോൾ ഇതിൻ്റെ ശേഷം 18 വരെ ഉള്ളത് ഒക്കെ എഴുതിയിട്ട് നോക്കുക എത്ര എണ്ണം വരുന്നു എന്നുള്ളത് നോക്കുക, എന്നിട്ട് പറയുക. ആദ്യം 3-ൻ്റെ ടേബിള് 1 തൊട്ട് 20 വരെ എഴുതും. എന്നിട്ട് ഇവർ ചോദിച്ചിട്ടുള്ളത് എന്താണ്? 18-ൻ്റെയും 54-ൻ്റെയും ഇടയ്ക്ക് എത്ര മൾട്ടിപ്പിൾസ് ആണ് വരിക എന്നതാണ് ചോദ്യം. 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം വരുന്നുണ്ട്. സോ ഇനി ഒരു എളുപ്പ വഴിയും കൂടി ഉണ്ട്. 18-ൻ്റെ ശേഷമല്ലേ പറഞ്ഞത്, 18 നമ്മൾ എടുക്കാൻ പാടില്ല. 18 + 3 അതല്ലേ നമുക്ക് വരിക ഈ പറയുന്ന ഇതിൽ മൾട്ടിപ്ലൈ ആയിട്ട്. സോ 7 3s are 21, 8 3s are 24, 9 3s are 27, 10 3s are 30, 33, 36, 39, 42, 45, 48, 51. ഇത്ര മാത്രം മതി. എന്താ വെച്ചാൽ 54-ൻ്റെ ഉള്ളിലാണ് വേണ്ടത്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ 18-ൻ്റെയും 54-ൻ്റെയും ഇടയ്ക്ക് എന്നുള്ളതാണ്. സോ എത്ര എണ്ണം വരുന്നുണ്ട്? 4 8 10 11 11 എണ്ണം ആണ് വരുന്നത്. ഞാൻ 18 കൂടി കൂട്ടിയപ്പോൾ 12 വന്നു. അത് കൂടി കൂട്ടരുത് കേട്ടോ. സോ ആൻസർ 11. 18ഉം കൂട്ടരുത് 54ഉം കൂട്ടരുത്. ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്നതാണ് അർത്ഥം. ക്ലിയർ ആണോ? ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, സെൽഫ് പ്രാക്ടീസിൽ സം ഓഫ് ഫസ്റ്റ് 5 multiples of 6r. Sum of first 5 multiples of 6r. കുറച്ച് മുന്നിൽ തന്നെ നോക്കിയത് എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അത് കാരണം ഇതിന് സമയം കളയണ്ട. 45 അല്ലടാ, 90 വരിക. സം ഓഫ് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 6. 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30. ഇത് രണ്ടും ആഡ് ചെയ്താൽ 18, ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 42, പിന്നെ ഒരു 30. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 18 42 30. 8 + 2 10, 1 2 4 6 6 6 3 9. 90 ആൻസർ വരുന്നത്. ഓക്കെ, ശരി, അതവിടെ ഇരിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് 9th ക്വസ്റ്റ്യൻ, സെൽഫ് പ്രാക്ടീസിൽ 9th ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ഓഫ്, ഇത് കിഷാനാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. മൾട്ടിപ്പിൾ
ഓഫ് ഫസ്റ്റ് 3 multiple of 4. Multiple of first 3 multiple of 4. ഇതെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായ? ആദ്യം നമ്മൾ ഫസ്റ്റ് 3 മൾട്ടിപ്പിൾ ഓഫ് 4 എന്താണെന്ന് നോക്കുക. എത്ര വരും? 4ന്റെ ടേബിൾ 1 4s are 4, 2 4s are 8, 3 4s are 12. ഇനി അവരെന്താ ചോദിക്കുന്നത്? മൾട്ടിപ്പിൾ ഓഫ് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം വീണ്ടും ഇതിനെ മൾട്ടിപ്പിൾ ചെയ്യണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിനെ വീണ്ടും മൾട്ടിപ്പിൾ ചെയ്യണം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിച്ചു എന്ന് വെച്ചോളൂ, മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് 2 മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞു എന്ന് വെച്ചോളൂ. ഫസ്റ്റ് 2 മൾട്ടിപ്പിൾസ് ഓഫ് 3 ഏതൊക്കെയാണ് വരിക? 3ഉം 6ഉമാണ് വരിക. ഇതിനെ വീണ്ടും മൾട്ടിപ്പിൾ ചെയ്യണം. അതിൻ്റെ മൾട്ടിപ്പിൾ ഏതാണ് വരിക? 18ആണ് വരിക. അതുപോലെ 4 × 8 32, 32 × 12 എത്രയാണ് വരിക? 32 × 12 4 6 32 4 8 3 384 ആണ് ആൻസർ വരിക. 384. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കേണ്ടത്. നന്നായി ശ്രദ്ധിച്ചോളൂ. മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് 3 മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് 3 മൾട്ടിപ്പിൾ ഓഫ് 4നെ ആദ്യം എഴുതുക. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുത്തെങ്കിൽ ഈ 3 എണ്ണത്തിനെയും ഇൻറ്റു ചെയ്യണം എന്നുള്ളതാണ് അർത്ഥം. സോ 4 × 8 എത്രയാണ് കിട്ടിയത്? 32. പിന്നെ ഈ 12 മൾട്ടിപ്പിൾ ചെയ്താൽ 384 ആൻസർ കിട്ടും. ഇത് ഇനിയൊരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് 2 മൾട്ടിപ്പിൾ ഓഫ് 3. ഫസ്റ്റ് 2 മൾട്ടിപ്പിൾ ഓഫ് 3 ഏതൊക്കെയാണ്? 3ഉം 6ഉം. 1 3s are 3, 2 3s are 6. അതിനെ വീണ്ടും മൾട്ടിപ്പിൾ ചെയ്യണം. സോ 3 × 6 എത്രയാണ്? 18. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം കേട്ടോ. ഇത് ദയ പറയണേ. മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് 2 മൾട്ടിപ്പിൾ ഓഫ് 5. അപ്പം എന്താ വരിക ആൻസർ? ഇൻറ്റു ചെയ്യണം. ഏതിനെയൊക്കെയാണ് ഇൻറ്റു ചെയ്യേണ്ടത്? ഫസ്റ്റ് 2 മൾട്ടിപ്പിൾ ഓഫ് 5 എന്താ? 5ന്റെ ടേബിൾ പറയൂ. 2 വരെ പറഞ്ഞാൽ മതി. 1 5s are 5ഉം 10ഉം. 10ഉം. ഇതിനെ വീണ്ടും മൾട്ടിപ്പിൾ ചെയ്യണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 മൾട്ടിപ്പിൾ ചെയ്താൽ 50. 15 അല്ല, ആഡ് അല്ല ചെയ്യേണ്ടത്, മൾട്ടിപ്പിൾ ആണ് ചെയ്യേണ്ടത്. ഗുണിക്കുകയാണ് വേണ്ടത്. തന്നെ. അടുത്തത് അവന്തിക പറയൂ. മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് 3 മൾട്ടിപ്പിൾ ഓഫ് 2 ഏതൊക്കെയാ വരിക? അവന്തിക ശരി. കിഷാൻ പറയൂ. മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് 3 മൾട്ടിപ്പിൾ ഓഫ് 2 എന്തൊക്കെയാ വരിക? ശരി. ഫസ്റ്റ് 3 മൾട്ടിപ്പിൾ ഓഫ് ഏതാ വരിക? 3ന്റെ 2 മൾട്ടിപ്പിൾസ് അല്ല, ഫസ്റ്റ് 3 മൾട്ടിപ്പിൾസ് ഓഫ് 2. സോ 2ന്റെ ടേബിളിന് 3 വരെ പറയൂ. 1 2s are 2, 2 2s are 4, 3 2s are 6. പിന്നെ ഇതിനെ മൾട്ടിപ്പിൾ ചെയ്യണം. ഇതിന് ആൻസർ എത്ര വരും പറയൂ? 12 ആണോ? എടാ നന്നായിട്ട് കാൽക്കുലേഷൻ ചെയ്ത് പറയൂ. 48 കറക്റ്റ്. 2 4s are 8, 8 6s are 48. മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് 3 മൾട്ടിപ്പിൾ ഓഫ് 7. മൾട്ടിപ്പിൾ ഓഫ് 7 ആണ് നമ്മൾ എഴുതേണ്ടത്. അത് എത്ര എണ്ണം എഴുതണം? 3 എണ്ണം എഴുതണം. സോ 1 7s are 7, 2 7s are 14, 3 7s are 21. ഇതിൻ്റെ 3ൻ്റെയും മൾട്ടിപ്പിൾഡ് ആണ് നമ്മൾ ചെയ്യേണ്ടത്.
സോ 7 ഇൻറ്റു 14 ഇൻറ്റു 21 ചെയ്താൽ ആൻസർ കിട്ടും. അത് എത്ര വരുമോ അത്രയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി മതിയാക്കുക. ഇനി ബാക്കി നമുക്ക് നാളെ നോക്കാം കേട്ടോ. അല്ല സോറി, നാളെ രാവിലെ ക്ലാസ് ഉണ്ടാവില്ല, വൈകുന്നേരം ഞാൻ പറയാം. ഓക്കെ, നാളെ വന്നിട്ട് രാവിലെ ക്ലാസ് വെക്കാൻ സാധ്യത കുറവാണ്. എനിക്ക് പുറത്ത് ക്ലാസ് ഉണ്ട്, അപ്പോൾ എല്ലാം കൂടി നടക്കില്ല. അപ്പോൾ ഈവനിങ് നോക്കാം കേട്ടോ. ഈവനിങ് പറയാം, ഞാൻ സമയം പറയാം. എല്ലാവരും ഈവനിങ് ഉണ്ടാവില്ലേ വീട്ടിൽ? ഉണ്ടാവും. ശരി. അപ്പോൾ ഇപ്പം നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2, 3, 4, 5, 6, 7, 8, 9, 10 ഏകദേശം 10 ക്വസ്റ്റ്യനോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 10 ക്വസ്റ്റ്യനും നാളെ ടെസ്റ്റ് പറയും ഞാൻ. ഇതിന്ന് ഒരു 5 ക്വസ്റ്റ്യനെ ഞാൻ ചോദിക്കുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, നോട്ടിൽ എഴുതി വെച്ചിരിക്കണം. ഇത് ഞാൻ തീർച്ചയായിട്ടും ഇപ്പം തന്നെ PDF തരാം, അയച്ചു തരാം. ഇത് നോട്ടിൽ എഴുതി വെച്ചിട്ട് കിടന്നോളൂ. നാളെ ടെസ്റ്റ് തരുമ്പോൾ ആ 5 ക്വസ്റ്റ്യൻ മാത്രം എനിക്ക് എഴുതിയിട്ട് ടെസ്റ്റ് എഴുതിയിട്ട് അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ മുന്നിൽ നിന്ന് എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കണം. നിർബന്ധമാണ്, 100% നിർബന്ധമാണ്. ഞാൻ ചോദിക്കില്ല, നിങ്ങളായിട്ട് എനിക്ക് അയച്ചു തരണം. മോർണിംഗ് 5 ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മോർണിംഗ് 6:30 അല്ലെങ്കിൽ 7 o'clock ഞാൻ അയക്കുന്നുണ്ടാവും. അപ്പോൾ എഴുതാൻ പറ്റിയാൽ എഴുതിക്കോളൂ, ഇല്ലെങ്കിൽ ഈവനിങ് എഴുതിക്കോളൂ. ഓക്കെ, രാവിലെ ചിലപ്പോഴേ എഴുതാൻ പറ്റുള്ളൂ. ശരി, കുഴപ്പമില്ല. എനിക്ക് വൈകുന്നേരം ചെയ്ത് അയക്കുക, പക്ഷെ അയച്ചിരിക്കണം കേട്ടോ. ശരി, ബൈ, ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് നൈറ്റ്.